ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇത് ഉപകാരം കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് പെൻഡിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. അത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ വാപ്പയും മോനും കൂടിയിട്ടോ പള്ളിയിലേക്ക്. ഇതാ ഇവക്ക് മോനെ നല്ല കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് അങ്ങനെ ഇത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചല്ല കേട്ടോ. ആച്ചി ഇതാ നാസ്തെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഐബക്കിനെയും കൊണ്ടൊന്ന് ഫ്രണ്ടിൻ്റെ അടുത്തെല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതാ സിറ്റിയിലേക്ക് ഇറക്കാണ്. അങ്ങനെ ആച്ചിയും മക്കളെല്ലാം പുറത്തായതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ് മാറ്റി റെഡി ആയിട്ട് നിൽക്കാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ആച്ചിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാളത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ ബാംഗ്ലൂർ പോയ ടൈം എടുത്താട്ടോ ഈ ഡ്രസ്സ്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി? അങ്ങനെ ഇത് ഡ്രസ്സ് മാറ്റലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ആച്ചപ്പത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. ഇതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറി കേട്ടോ. ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോഴത്തേക്ക് ഇതാ ഐബക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ കാണിക്കലാട്ടോ. ഐബക്ക് ഇതാ വീട്ടിലെത്തിയപാട് ഡ്രസ്സെല്ലാം കഴിച്ചിട്ട് ഓൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടത്ത് നിന്നിട്ട് ഇതാ അനിയത്തി നല്ല കസ്റ്റർഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അത് നല്ല കുടിച്ച് എൻ്റെ വയറ് ഫുള്ളായിട്ടോ. അപ്പോൾ ആച്ചിക്ക് പോകാനുണ്ടെന്നുണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടെന്നാണ് കേട്ടോ വർക്കിൻ്റെ കാര്യത്തിന്. അപ്പോൾ ആച്ചിനോട് ഞാൻ പറഞ്ഞു കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് പോയിക്കുന്നുണ്ട്. ഇതാ ആച്ചി കുറച്ച് കഴിച്ചു. ആച്ചി ഇതാ ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചെനിക്ക് ബാക്കി രണ്ടെണ്ണം പിന്നെ ലെഗ് പീസ് അങ്ങനെ ഇതാ ഈ ചൂട് സമയത്ത് വൈകുന്നേരം ഒരു 5 മണിയെല്ലാം ആയപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അങ്ങനെ ഇതാ ആച്ചി വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും പിന്നെ എൻ്റെ അനിയത്തിയും നമ്മളെ മക്കളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ ആച്ചി ഇവിടെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈദായതുകൊണ്ട് തന്നെ പിന്നെ ചൂടുമല്ലേ, അതെല്ലാം കാരണം ഭയങ്കര ആൾക്കാരായിട്ട് ഇപ്രാവശ്യം പയ്യാമ്പലം ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാം നല്ല കളിച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീമെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഐസ്ക്രീമെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെ ഇതാ വർത്തമാനം പറഞ്ഞ് ഇരുന്നിട്ട് ഒരുപാട് ലേറ്റായിട്ടാ, രാത്രി ആയിട്ടുണ്ട്. ഇതെൻ്റെ ആമാൻ്റെതും ആറ്റാൻ്റെ മക്കളായിട്ടാണ്. അവർ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടേട്ടാ. അപ്പോൾ ഇതാ ഈ ഷോപ്പ് വരുന്നത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാട്ടോ. ഒരുപാട് ആളുണ്ട്, ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാരുണ്ട്. ഇത് അച്ഛൻ്റെ ബ്രദറാട്ടോ. അപ്പം എന്നെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കലാന്നേ. അപ്പോൾ ഇത് അച്ഛൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെയോ അനിയത്തിനെയോ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ ഞാൻ അയക്കാമെന്ന്. അപ്പോൾ അവർ വീട്ടിലേക്ക് ഓട്ടോയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇത് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.